ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ റോഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ സെൻസിറ്റിവിറ്റി ഓർ സെൻസി കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഇൻമാച്ച് സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അതിൽ നിങ്ങൾ ജനറൽ കണ്ടോ, ആ ജനറൽ നിങ്ങൾ 100 200 ഇടുക. ജനറൽ ജനറല് മാത്രം 200 ഇടാന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് 200 ഫുള്ള്. നിങ്ങളിപ്പോ ആദ്യം തൊട്ടാണ് ഇങ്ങനെയാണ് വരുന്നെങ്കിൽ ഇത് എന്തൊക്കെയാ ചെയ്യേണ്ടത് വെച്ചാൽ ഫ്രീ ക്യാമറ ബട്ടൺ 200 ഇടുക, സ്നൈപ്പർ സ്കോപ്പ് 200 ഇടുക, 4x 200 ഇടുക, 2x 200 ഇടുക, റെഡ് ഡോട്ട് 200 ഇടുക. പിന്നെ ഈ സംഭവം നമ്മൾ 200 ഇട്ടിട്ട് പിന്നെ നമ്മളെ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കണം. അതിനെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇവിടെ ഈ ഒരു ഫ്രീ ക്യാമറ ബട്ടന്റെ താഴത്ത് ട്രെയിനിങ് കണ്ടില്ലേ ഗൈസ്, ആ ട്രെയിനിങ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ട്രെയിനിങ് സ്റ്റാർട്ട് ആയിട്ട് ട്രെയിനിങ് ഗ്രൗണ്ട് പോകും. അവിടുന്നാണ് നമ്മൾ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കുക. കാണിച്ചു തരാം. ഞാൻ സൗണ്ട് കുറക്കുക, കാരണം അല്ലെങ്കിൽ കേൾക്കൂല. എൻ്റെ മൈക്ക് ഞാൻ ഇപ്പൊ എടുക്കലില്ല, ഇടക്ക് മൈക്ക് ഓഫ് ആക്കലുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഫുൾ സൗണ്ട് കുറച്ച് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുണ്ടാവും, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇപ്പൊ 200 ഇട്ടിട്ടാണ് ഈ അടിക്കണത്. എപ്പോഴും എനിക്ക് നന്നായിട്ട് ഹെഡ് കയറുന്നുണ്ട്, ബിക്കോസ് ഞാൻ 200 ആണ് എന്നും ഇടല്. കാരണം എനിക്ക് അങ്ങനെ സെൻസി ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് നമ്മള് സെൻസിറ്റിവിറ്റി ഒന്നും നോക്കലില്ല, എല്ലാം 200 ഇടല്. അപ്പൊ ഇതിപ്പോ എനിക്ക് ഹെഡ് കയറും. പക്ഷെ നിങ്ങളെ ഫോണിന് ഓരോ സെൻസിറ്റിവിറ്റിയാണ്, സെൻസിയാണ്. ഓക്കെ, എന്തായാലും എനിക്കിവിടെ ഹെഡ് കയറുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ തന്നെ എൻ്റെ സെൻസി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അതിന് സെൻസി കണ്ടുപിടിക്കാൻ പറ്റിയ കണ്ണാള് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കണ്ടെടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ SVD-Y എടുക്കുന്നത്, കാരണം എനിക്ക് SVD-Y ആണ് എൻ്റെ മാസ്റ്റർ ഗണ്ണ് ഒരു സാധനം. പിന്നെ MP5 ആണ്, പക്ഷെ MP5 എടുക്കരുത്. നമ്മള് പൊട്ടാസൊക്കെ എടുക്കണം, കാരണം പൊട്ടാസൊക്കെ എടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് ഹെഡ് കേറില്ല. ഹെഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പൊട്ടാസാണ് കുറച്ചും കൂടി നല്ലത്. പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഏത് കണ്ണെടുത്താലും ഹെഡ് കയറും. ഞാൻ 200 ഇട്ടിട്ട് ഇവിടെ നല്ല ഹെഡ് അടിക്കുന്നുണ്ട്. എനിക്ക് ഹെഡ് അങ്ങോട്ട് കേറുന്നില്ല, ഇടക്ക് അങ്ങോട്ട് കേറുന്നുണ്ട്. കാലിലൊക്കെ അങ്ങോട്ട് ലോക്കായി പോവാണ്, കണ്ടോ. അപ്പൊ ഡെസേർട്ടും വേണം, ഡെസേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ണ് എടുക്കട്ടോ. പക്ഷെ കുത്തിപ്പിടി കണ്ണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സെൻസിക്ക് അത്ര റോളില്ല, കാരണം അപ്പൊ ഏത് കണ്ണാണെങ്കിലും നമുക്ക് അടിച്ചിടാൻ പറ്റുള്ളൂ. കണ്ടതാ, ഇതിപ്പോ എനിക്ക് 200 ഞാനിപ്പം അടിച്ചിട്ട് ഹെഡ് കയറേണ്ട വെച്ച് കഴിഞ്ഞാൽ അത്രയും കേറുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്നലെ തൊട്ടേ എന്റെ സെൻസിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്തുതരാം. അപ്പൊ ഈ സെൻസൊക്കെ 200 സെൻസി എന്ന് പറയാൻ പറ്റൂല, അത് മാത്രമേ മറന്നു. അപ്പൊ കേറുന്നില്ല അത്രക്ക്, നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേറുന്നുണ്ട്. പിന്നെ ഹെഡ് ഷോട്ട് ക്യാരക്ടർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കയറും. ഹെഡ് ഷോട്ട് ക്യാരക്ടർ നമ്മൾ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മളിപ്പം എന്തായാലും ഇങ്ങനെ അടിച്ചിട്ട് കേറുണ്ടോക്ക, ഇല്ല കേറുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ സെൻസി മാറ്റുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ സെൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞുതരാം. സെൻസി പോവാ, ജനറൽ ഉണ്ടാവും, അതിലിങ്ങനെ കുറക്കണം, ഇങ്ങനെ കുറച്ച് പോണം. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു 93 ഇട്ടാണ്. ഇതാണ് എന്റെ സെൻസി. ഞാൻ ഇപ്പൊ 93 ഇട്ട്. നിങ്ങൾ കണ്ടോണ്ട് ഇനിയിപ്പം കണ്ടോ, ഹെഡ് കണ്ടോ, അടുപ്പിച്ച് ഹെഡ് കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെ സെൻസി ഇന്നലെയാണ് കണ്ടുപിടിച്ചത്. ഞാൻ ആരോടും പൈസ എടുത്തോ ഒന്നും മേടിക്കണില്ല, നമ്മള് സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താണ് ഞാൻ കണ്ടുപിടിക്കണേ. കണ്ടോ, എങ്ങനെ അടിച്ചിട്ട് ഹെഡ് തന്നെ കയറണുള്ളൂ. ഞാൻ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കണ ആളെ വരെ ഓടിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഇത്ര ദൂരത്തുനിന്ന് ഹെഡ് കയറുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇടക്കൊക്കെ കയറുന്നുണ്ട്. എടുത്തോടിയോ ഹെഡ്, ഹെഡ് കയറി. ഹെഡ് അങ്ങനെ ഇപ്പൊ നല്ല ഹെഡ് കയറുന്നുണ്ട് തൽക്കാലത്തിന്. അപ്പൊ അതിന് എന്റെ സെൻസ് ഇപ്പൊ കണ്ടുപിടിച്ചു, എന്റെ സെൻസ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് സെൻസി ഇതാവണമെന്നില്ല. നിങ്ങൾക്കിപ്പോ ചിലപ്പം 65 തന്നെ ആവാം, നിങ്ങൾക്ക് ആദ്യം കിട്ടിയ തന്നെ ആവാം. നിങ്ങളിങ്ങനെ കുറച്ചും കൂട്ടി ചെയ്ത് നോക്കുക. ഇപ്പൊ ഞാൻ 200 അല്ലേ ഞാൻ പറഞ്ഞേ, അതിൽ നിങ്ങളൊരു 190 ഇടുക, പിന്നെ ഒരു 157 ഇടുക. അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇട്ടിട്ട് ഹെഡ് ഏതാണ് കയറുന്നത്
അതാണ് നിങ്ങൾ സെൻസിറ്റിവിറ്റി. അങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതായത് സിമ്പിൾ മെത്തേഡാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ സെൻസി. ഞാൻ ഇന്നലെ ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ കണ്ടുപിടിച്ചു. കാരണം ഞാൻ വീട് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ അറിയാതെ എൻ്റെ കൈ എട്ടി 93 പോയത്. ഞങ്ങത് വെറുതെ അടിച്ചു നോക്കിയാണ് കേസ്. അപ്പൊ തന്നെ എന്താണ് നല്ല ഹെഡ് കയറുന്നുണ്ട്. എന്താ ഇന്നലെ ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കിയിട്ടില്ല. ഇനി വെറുതെ ഒന്ന് സെൻസ് കണ്ടുപിടിച്ചാലോ വിചാരിച്ചും കണ്ട് സ്റ്റാർട്ടാക്കിയതാണ്. അപ്പം കറക്റ്റ് ഞാൻ കണ്ടുപിടിച്ച്, അത്രേ ഉള്ളൂ. ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല, നേരെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പം വെറുതെ കണ്ട് പിടിച്ചതാണ്. അപ്പൊ തന്നെ ഹെഡ് കയറി. അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് ഇതടിക്കുക. ഇത് 1 ടാപ്പ് കളിക്കണം. ഇതേ ബോഡി ആയതുകൊണ്ട് ബോഡിക്ക് ലോക്ക് ആവാണ്. പൊട്ടാതുകൊണ്ട് അടിക്കാനും കുറച്ച് പാടാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത ഉണ്ടോ. ഇപ്പൊ അടുപ്പിച്ച് ഹെഡ് കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞ കണ്ടോ, ഇടക്കൊരു 100 ഓക്കെ ആവുമ്പോഴാണ് ഒന്നുമില്ല. അതെ എന്താണ് ഇതാ ഹെഡ് 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 അല്ല ഹെഡ് അല്ല ഹെഡ് അല്ല. ഓക്കെ അങ്ങനെ കയറും. ഓക്കെ അപ്പം എന്തായാലും 6 മിനിറ്റ് ആയി. ഓക്കെ അപ്പം പിന്നെ അടുത്തത് ഹെഡ് ഷോട്ട് ക്യാരക്ടർ സ്കില്ല് പഠിക്കണം. ഓക്കെ ഹെഡ് ഷോട്ട് ക്യാരക്ടർ സ്കില്ലാണ് നമ്മൾ നോക്കാൻ പോണത്. അങ്ങനെ നല്ല ഹെഡ് ഷോട്ട് ക്യാരക്ടർ സ്കില്ലും കാണിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് നന്നായിട്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ വയ്ക്കൂട്ടോ. അപ്പൊ ഏതാണ് ക്യാരക്ടർ സ്കില്ല് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രീസെറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഭവം ഒരു ആളിടുക. ഞാൻ ഇപ്പൊ തൽക്കാലം ഇവിടെ റേ ആണ് ഇടുന്നത്. റേയിലുണ്ട് നമുക്ക് ബെസ്റ്റ് റഷർ ആൻഡ് ഇത് രണ്ടും കൂടി ഒരുമിച്ചൊരു സ്കില്ലാണ്. ഫസ്റ്റ് നിങ്ങൾ ആക്റ്റീവ് സ്കിൽസിൽ ടച്ച്സൂയി ഇടണം. ടച്ച്സൂയി ഇട്ടിട്ട് നിങ്ങൾ DB ഇടുക. പാസീവിൽ DB, പിന്നെ വൂൾഫ്ര ഇടുക, പിന്നെ ലൂണ ഇടുക. ഇത്ര ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾ ഇടേണ്ടത് ഇതാണ്, മറ്റേ ഡിറ്റക്റ്റീവ് പാൻഡല്ലേ, ഡിറ്റക്റ്റീവ് പാൻഡ്. അത് ഇട്ട് കഴിഞ്ഞാൽ റീസ്റ്റോർ 10 HP അപ്പോൺ എനിമേറ്റിംഗ് ആൻ ഓപ്പോണന്റ്. ആരെങ്കിലും ഒരാൾ ഒരു എനിമിനെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ 10 HP നമുക്ക് സെക്കൻഡ് കൊണ്ട് കിട്ടും. പിന്നെ ഇടേണ്ടത് ഈ സാധനം കേട്ടോ, ഈ ഒരു സാധനം അല്ല ഇതല്ല, എനിക്ക് ഏതാ വെച്ചിടാം. ഇതൊരു നല്ലത് നോക്കുകയാണെങ്കിൽ ഹാമർ ഇട്ടിട്ട് എൻഹാൻസ് ചെയ്തിട്ട് അടിക്കുകയാണ്. അവൻ പെട്ടെന്ന് കയറും, അത്രേ ഉള്ളൂ. ഇപ്പം എൻ്റെ ക്യാരക്ടർ സ്കില്ല് മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതാണ് നമ്മൾ ക്യാരക്ടർ സ്കില്ല് ഇട്ട്. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ക്യാരക്ടർ സ്കില്ലും നിങ്ങളെ സെൻസിറ്റീവും കൂടിയും ഒപ്പം ആവുമ്പോൾ നല്ല ഹെഡ് കയറും. ഞാൻ കാണിച്ച ഫസ്റ്റ് ക്രാഫ്റ്റ് ഒരു 1v1 കളിക്കാം നമുക്ക്. ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ തൽക്കാലം പൊട്ടാസ് എടുക്കുക. പിന്നെ വുഡ് പെക്കർ എടുത്തിട്ടുണ്ട്. അപ്പം FPS ഹൈയിൽ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുണ്ടാവും. എടാ ഇവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. നല്ല സ്മൂത്തിൽ കളിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഉണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചുള്ളൂ. ഫസ്റ്റ് അടി തന്നെ അവന് നോക്കായി. ഫസ്റ്റ് അടി തന്നെ അവൻ നോക്കായിട്ടുണ്ട്. എന്തായാലും അയ്യോ ഞാൻ ഗ്ലൂ ആയിട്ട് വിചാരിച്ചു. ഉണ്ടോ ഇത്ര പെട്ടെന്ന് ഹെഡ് കയറുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴേ പറയാ, സെൻസി ക്യാരക്ടർ സ്കില്ല് സെറ്റായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളെ നിങ്ങളെ ഫ്രണ്ട്സിനെ വെല്ലുവിളിച്ച് പോയി കഴിഞ്ഞാൽ ഒരു തലമണ്ട അടിച്ചു പൊട്ടിത്തരും, അത്രേ ഉള്ളൂ. ഓക്കെ അതുകൊണ്ട് ഇപ്പൊ തന്നെ പോവാൻ നിൽക്കണ്ട. നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പോയിക്കോ. ഞാൻ ഇപ്പം അടിച്ചിട്ടുണ്ടില്ലേ, ഞാൻ പറയണേന്റെ ഇടയിൽ കൂടെ തന്നെ അടിച്ചു. ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ കുറച്ച് പ്രാക്ടീസ് ചെയ്തു. ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇങ്ങനെ അടിക്കണത്. അപ്പം ഒരു വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെയല്ലേ എടാ ഷോ. അപ്പം ഒരു വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയണ്ട. ഒരു മാസം 2 മാസമൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി.
അവള് ചാടി അടിച്ചോനെ. അപ്പൊ ഇന്നത്തെ ഷോർട്സിന്റെ പേര് അല്ല പാട്ട് പവിഴമല്ലേക്കാരം ഗൈസ്. ഓക്കെ, വെറുതെ അല്ല വെറുതെ ആയിക്കാരം ഭയങ്കര പാട്ട് കണ്ടോ ഗൈസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കാണാം, ഷോർട്ട് എന്നാണ് ഒരു മിഡ് എന്നാണ് നമ്മൾ അടിച്ചിട്ടത്. മിഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടുള്ളൂ. അതിന് ഒരു പ്രഷർ പോലും കൊടുത്തിട്ടില്ല ബട്ടന്. ജസ്റ്റ് വെറുതെ ഒന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നൈസിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്തതാണ്. എന്നിട്ട് വരെ ഹെഡ് കയറി. അത് ഞാൻ പറഞ്ഞത്. അയ്യോ, എനിക്ക് എയിം ലോക്കാണില്ല. എനിക്ക് ക്രോസ് ഹെയർ ഒന്ന് മാറ്റട്ടെ. ക്രോസ് ഹെയർ നമ്മൾ മാറ്റിയിട്ടില്ലല്ലേ. ഇൻഫോർമേഷനിൽ ക്രോസ് ഹെയർ ടൈപ്പ് ക്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അടിപൊളി സംഭവമാണ്. എടാ ഇവന്റെ ഒരു ചലന്തി. അപ്പം ജസ്റ്റ് ഈ ക്രോസ് ഹെയർ ഇട്ട ഇഷ്ടം. ഓക്കെ, ഏത് ക്രോസ് ഹെയർ ഇടാം. എന്തായാലും ഞാൻ അടിച്ച് കാണിച്ചു തരാ വെച്ച് കഴിഞ്ഞാല് കുറച്ച് പാടാണ്. കാരണം നമ്മളിപ്പം ജസ്റ്റ് പ്രഷർ കൊടുക്കുന്നുണ്ട്. കാരണം ഓനെ നമ്മളെ നല്ല പ്രഷർ ചെയ്തിട്ടുണ്ട് ഓന്. കാരണം എന്താ അവനല്ലേ ഏതാ ഗണ്ണ ഏതാ മനസ്സിലാവണല്ലോ. കാരണം നമ്മള് അല്ല പൊട്ടാസ് തന്നെ തോന്നുന്നുണ്ട്. അല്ല M80 ആണ് സംഭവം. നമ്മള് ഫുൾ വോളിയം കുറച്ചിട്ടിട്ടാണ് കളിക്കുന്നത്. കാരണം വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയണതൊന്നും കേൾക്കണില്ല. വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് സംഭവം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇപ്പൊ ഒരു മിഡ് റേഞ്ച് നമ്മളെ എഡോസോട്ടികളോണ്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, 0-6 ആണ് കേട്ടോ. ഇതിപ്പോ ന്യൂബ് പ്ലെയർ ആയതുകൊണ്ടൊന്നല്ല. ന്യൂബ് പറഞ്ഞാൽ ഇവന് അടിക്കണൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ ടീം അപ്പ് ആവുന്നുണ്ട്. ഇട്ടെടുക്കാം, ഇങ്ങനെ ഇട്ടെടുക്കാം. ഈ മോട്ടിക്ക് കിട്ടിയതിന് ഒരു അക്കൗണ്ടിൽ നല്ലൊരു അടിപൊളി ഇമോട്ടായിന്. പുഷപ്പ് ഇമോട്ട് ഇട്ടെടുക്കാം. വെറുതെ അടിച്ചിട്ടോനെ പാഞ്ചക്കാനായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോ ലെങ്ത് ആവും വിചാരിച്ചിട്ടാണ് അടിച്ചിട്ടത്. നിങ്ങൾ കുറെ നേരം നന്ദി. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി കാണും നമ്മൾ എത്ര പെട്ടെന്നാണ് അവൻ അടിച്ചിട്ട്. 0-7 ആണ് നമ്മൾ അടിച്ചിട്ടത്. ഞാനും ഇപ്പം എന്തെങ്കിലും ഒരു പ്രോ പ്ലെയറിന്റെ അടുത്ത് പോയി എന്താ വെല്ലുവിളിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തലാണ്ട് അടിച്ച് പൊട്ടിച്ചേരും. പക്ഷെ നല്ലൊരു റൗണ്ടൊക്കെ എടുക്കാല്ലേ പ്രാക്ടീസ് ഒക്കെ ഞാൻ ഇന്ന് തന്നെ അയക്കണ്. ഇന്നലെ തൊട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പം എന്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മളെ അടുത്ത വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. കാരണം നിങ്ങളെ ലാഗ് അടുപ്പിക്കുന്നില്ല. അത് ഇന്ന് തന്നെ വരും ആ വീഡിയോ. നമ്മളിപ്പോൾ വീഡിയോ കുറച്ചാലായിട്ട് ഇടാത്തതുകൊണ്ട് ഇന്ന് തന്നെ ഒരു 3 വീഡിയോ ഒക്കെ വരും കേട്ടോ. ഇന്ന് 2 ലോങ് വീഡിയോ വരും, ഒരു ഷോർട്ട് വീഡിയോ വരും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് അൺലിമിറ്റഡ് HP ക്യാരക്ടറാണ്. 420 HP എനിക്ക് കിട്ടും ഗൈസ് ആ ക്യാരക്ടർ കൊണ്ട്. അത് ക്യാരക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എന്നാലും ഞാൻ ഒന്നുകൂടി വീഡിയോ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഹെഡ് കയറാത്ത സെൻസ് ഒന്നും ഇല്ലാത്ത കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇങ്ങനത്തെ കുറേ വീഡിയോസിനായിട്ട് നമ്മൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ കുറേ യൂസ്ഫുൾ വീഡിയോസ് വരുന്നതായിരിക്കും. ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട് ഇങ്ങനത്തെ. പിന്നെ ഇങ്ങനെ GTA 5 കളിക്കാം, അങ്ങനെയൊക്കെ കുറേ വീഡിയോ വരുന്നുണ്ട്. GTA 5 ഒക്കെ മൊബൈലിൽ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. ഇറങ്ങി മീൻസ് നമുക്ക് കളിക്കാൻ നല്ല വഴിയുണ്ട്. എത്ര നേരം ഫുൾ ഗെയിം വെർഷൻ വരുന്നുണ്ട്. അതിൻ്റെ ഒക്കെ കുറേ ലോങ് വീഡിയോ വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.